ഈ 6 സ്റ്റെമ്മുകളിലും 6 വെറൈറ്റിയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. വി ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത്തവണ ടേപ്പ് ഉപയോഗിച്ച് മാത്രമല്ല വേറൊരു രീതിയും കൂടെ ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടീന്യത്തെ പറ്റിയാണ്. അടീന്യത്തിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കാണല്ലോ. അടീന്യം റീപോർട്ട് ചെയ്യാനും പ്രൂൺ ചെയ്യാനും അതേപോലെ ഗ്രാഫ്റ്റ് ചെയ്യാനും ഫ്ലവറിങ്ങിൻ്റെ ഒക്കെ ടൈമാണ് ഇപ്പം. അടീന്യം വർഷത്തിൽ 2 തവണയാണ് പ്രൂൺ ചെയ്യുന്നത്. ഒന്ന് ജനുവരി പകുതി കഴിഞ്ഞിട്ട് ഫെബ്രുവരി ആ ഒരു ടൈമിലും, ഒന്ന് ആഗസ്റ്റ് ടൈമിലും. ഇതിൽ ഏത് ടൈമിൽ വേണമെങ്കിലും പ്രൂൺ ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ടൈമിൽ, അതായത് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ പ്രൂൺ ചെയ്യുന്നതാണ്. കാരണം അത് അത്രയും വെയിൽ കിട്ടുന്ന ടൈം ആയതുകൊണ്ട് നന്നായിട്ട് ഗ്രോത്ത് വരും. ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് പ്രൂൺ ചെയ്ത് കിളിർത്ത് വന്നതാണ്. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള കെയറിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പ്രൂണിങ് മാത്രമല്ല, ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ഈ ഒരു ടൈമിൽ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ കാണുന്നത് ഒരു സിംഗിൾ പെറ്റൽ അടീനിയമാണ്. നാടൻ വെറൈറ്റിയുടെ സ്റ്റെമ്മ് വെച്ച് കിളിപ്പിച്ചതാണ്. കുറച്ച് വർഷങ്ങളായ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ശിഖരങ്ങളോട് കൂടി ഒരു 6 സ്റ്റെമ്മുണ്ട്. അത്രയും ശിഖരങ്ങളോട് കൂടിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാന്റിൽ 6 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ടേപ്പ് വെച്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചിട്ട് വി ഗ്രാഫ്റ്റിംഗ് ഒരു കോയിൻ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബട്ടൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ഈ ടേപ്പ് വെച്ചിട്ട് ചുറ്റി എടുക്കുകയാണ്. നോർമൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം. എന്നാൽ ഇതിൽ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫെവിക്വിക്ക് വെച്ചിട്ട് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് 1-2 വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷേ ഇത് സക്സസ് ആയിരുന്നു. മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിടാം. കഴിഞ്ഞ സീസണിൽ പ്രൂൺ ചെയ്തപ്പോൾ ആ സ്റ്റെമ്മുകളൊക്കെ ഞാൻ നട്ടു വെച്ചിരുന്നു. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് നട്ടു വെച്ചിരുന്നത്. ഒരു പോട്ടിൽ ഡബിൾ പെറ്റൽ ഹൈബ്രിഡ് വെറൈറ്റീസ്, നല്ല വെറൈറ്റീസൊക്കെ, മറ്റൊരു പോട്ടിൽ നാടൻ വെറൈറ്റീസിൻ്റെ സ്റ്റെമ്മും. ഇതെല്ലാം നാടൻ വെറൈറ്റീസിൻ്റെ സ്റ്റെമ്മാണ്. അപ്പോൾ ഇങ്ങനെ 2ആയിട്ടാണ് നട്ടു വെച്ചിരുന്നത്. ഒരു പരീക്ഷണം എന്നുപോലെ നാടൻ വെറൈറ്റീസിൻ്റെ ലീഫ് കട്ട് ചെയ്യാതെയും ഡബിൾ പെറ്റൽസിൻ്റെ ലീഫ് കട്ട് ചെയ്തുമാണ് നട്ടിരുന്നത്. സാധാരണ നടുമ്പോഴൊക്കെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത്. അപ്പോൾ ഇത്തവണ കുറച്ച് വെറൈറ്റീസിൻ്റെ ഈ പറഞ്ഞതുപോലെ ലീഫ് കട്ട് ചെയ്യാതെ നട്ടു. പക്ഷേ 2ലും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇത് കണ്ടില്ല, ഇതേപോലെ എല്ലാത്തിനും നന്നായിട്ട് റൂട്ട് പിടിച്ചു. വളരെ ചുരുക്കം കമ്പുകൾ മാത്രമേ ചീത്തയായി പോയിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെമ്മിനും റൂട്ട് പിടിച്ചു. നല്ല ഹെൽത്തി റൂട്ട്സാണ്. നന്നായിട്ട് വളരുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നട്ടേക്കുന്നത് പുഴ മണ്ണിലായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ഇനി പ്ലാന്റൊക്കെ മാറ്റി വേറെ നടാം എന്ന് വിചാരിച്ചു. റീപോർട്ട് ചെയ്ത് വെക്കുന്നത് കവറുകളിലേക്കാണ്. കവറുകളിൽ 2 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം നോർമൽ നല്ല വെയിൽ കിട്ടുന്ന പ്ലേസിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു. അടീന്യത്തിൻ്റെ സ്റ്റെം നട്ട് തൈകളായേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തൈകൾ കിട്ടിയേക്കുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് കിട്ടിയേക്കുന്ന തൈകൾക്ക് ഒരു കണക്കുമില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെം വെച്ചാൽ എനിക്ക് തൈകളായി കിട്ടാറുണ്ട്. അതുമാത്രമല്ല, നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ച് തൈകളാക്കിയേക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ കിട്ടിയ തൈകളാണിത്. നന്നായിട്ട് ശിഖരമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പ്രൂൺ ചെയ്യണം, പക്ഷേ അത് വെട്ടിക്കളയണമല്ലോ എന്നൊരു മടിക്ക് വേണ്ടി ഞാനിങ്ങനെ വെട്ടാതെ വെച്ചേക്കണം. എന്തായാലും ഈ സീസണിൽ ഇത് പ്രൂൺ ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല ബുഷിയാക്കി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്തായാലും ഇത് പ്രൂൺ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സ്റ്റെം വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. വിളിച്ചാൽ കിട്ടണമെന്നില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.